ഞങ്ങളിത് ചീനവല പൊക്കി നോക്കുവാണേ, മീൻ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സീസൺ അല്ല അല്ലേ ഏട്ടാ? അതുകൊണ്ട് ഉണ്ടോയെന്ന് അറിയില്ല. പാവലെന്ന് വെച്ചാൽ ഇതിനല്ലേ പായല്? കാണാൻ പറ്റൂലേ ഉണ്ടെങ്കിലും അവിടെ. നല്ല ഫുഡാണെന്ന് എല്ലാവരും കഴിച്ചവരെല്ലാവരും നമ്മളോട് പറയുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ്. ഇതിപ്പോൾ ചാള മുളകിട്ടതാണ്. ഓക്കെ, കാണാൻ തന്നെ എന്ത് രസമാണ്. ഓക്കെ, പിന്നെ ഇതാണെങ്കിൽ ബീഫാണ്. ബീഫ് നല്ല റോസ്റ്റ് ആക്കിയിട്ടുണ്ട്, കണ്ട, ഒട്ടും ചാറില്ല, വരട്ടി വരട്ടി നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇത് ചെമ്മീൻ റോസ്റ്റാണ്. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ. അതും കണ്ട കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് നുറുക്കിയിട്ടാട്ടോ. നല്ലൊരു മസാലയാണ്, നല്ല മണമാണ്. അപ്പോൾ മത്തങ്ങ എരിശ്ശേരി ഉണ്ട്, അച്ചിങ്ങ കായ ഒലത്തിയതുണ്ട്, ഉള്ളിത്തീയലുണ്ട്, നെല്ലിക്കച്ചാറ്, മീൻകറി, പപ്പടം, ഇനി സാമ്പാർ വേണമെന്നുള്ളവർക്ക് അതുമുണ്ട്. അപ്പോൾ ഇത്രയും കൂട്ടിയിട്ടാണ് 60 രൂപയ്ക്ക് ഊണ്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇപ്പോൾ എറണാകുളം ജില്ലയിലാണ്. ഈ സ്ഥലത്തിന് പറയാം ഏഴിക്കര. ഏഴിക്കരയിൽ പുഴയോരം ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. നല്ല ഭംഗിയുള്ള കാഴ്ചകളാട്ടോ. പക്ഷേ ഇപ്പോൾ ഇച്ചിരി ഉച്ച സമയമായതുകൊണ്ട് അത്രയ്ക്ക് ഭംഗിയില്ല, നല്ല വെയിലുണ്ട്. വൈകുന്നേരം വരുവാണെങ്കിൽ സൂപ്പറാണ്. അതുപോലെ തന്നെ നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലം. 60 രൂപയ്ക്ക് നിറച്ച് കറികളൊക്കെ കൂട്ടി ഊണും, ചെമ്മീൻ റോസ്റ്റും, കക്ക റോസ്റ്റും, ബീഫും, ചിക്കനും എല്ലാ ഐറ്റം ഭക്ഷണവും കിട്ടും. ഉച്ചയ്ക്കും കിട്ടും, രാത്രിയും കിട്ടും. ഇപ്പോഴത്തെ കാഴ്ചകളൊക്കെ നോക്കി കായലിൻ്റെ സൈഡിലാണ്. അവിടെ നിന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു പാലം പോലെയൊക്കെ കെട്ടിയിട്ടുണ്ട്. ചീനവലയാണ്. ഇവിടെ വലയിൽ നിന്ന് പിടിക്കുന്ന നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനുകളും കൂട്ടിയിട്ടാണ് നമ്മളിന്ന് ഊണ് കഴിക്കുന്നത്. ഇറച്ചിയൊക്കെ വീട്ടിൽ നിന്ന് വെച്ചിട്ടാണ് വരിക. ഇവിടെ വന്നിട്ട് ആളുകൾ പറയുമ്പോൾ ചൂടാക്കി കൊടുക്കും അല്ലേ? സെർവ് ചെയ്യണ സമയത്ത് കുറച്ചും കൂടി മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കും. ചേട്ടനും പാചകമൊക്കെ അറിയാം അല്ലേ? ചേച്ചി പുഴയുടെ സൈഡിലായോണ്ടാണോ പുഴയോരെന്ന് പേരിട്ടെ? പുഴയുടെ സൈഡും പിന്നെ ആൾക്കാർക്ക് കാണാനുള്ള ഒരു ഭംഗി, പുഴയരികാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ. അങ്ങനത്തെ ഒരു ഏരിയ നോക്കിയാണ് നമ്മൾ കട ഇട്ടത് തന്നെ. അപ്പൊ അതുകൊണ്ട് നമ്മ പുഴയോരം തന്നെ പേരിട്ടോ. വേറൊരു പേര് ആലോചന ഇല്ല. 5 വർഷമായി. 5 വർഷമായി. ചേച്ചി എങ്ങനെ പാചക രംഗത്ത് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്? പാചകം ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം ഒറ്റക്ക് ചെയ്ത് നല്ല ശീലവും. ഇപ്പൊ 2 വർഷമായിട്ട് ഊണുണ്ട്, ഉച്ചക്ക് ഊണുണ്ട്. ഊണിൽ തുടങ്ങി നമ്മ ഉച്ചക്ക് ഊണ് 2-2:30 ആകുമ്പോഴേക്കും കഴിയും. അത് കഴിയുമ്പോ നമ്മ കപ്പ, പൊട്ടി, ബീഫ്, പൊറോട്ട, ചപ്പാത്തി. രാത്രി 10:30 അപ്പൊ 60 രൂപയ്ക്ക് ഊണ്. 60 രൂപ ഊണ്. ചെറിയ പൈസയുള്ളൂ. ചെറിയ പൈസയുള്ളൂ. അന്വേഷിച്ച് വരുമോ ഇവിടേക്ക്? ഊണ് ഞങ്ങളുടെ ഊണ് ഇപ്പൊ നമ്മൾ എറണാകുളം പോണ വണ്ടിക്കാരൊക്കെ നമ്മുടെ അടുത്ത് കയറി ഭക്ഷണം കഴിച്ച് പോകാറുണ്ട്. ഇതിലെ ഈ റൂട്ട് വന്നാൽ അവർ പറയും ചേച്ചിയുടെ കടയിൽ കയറി അങ്ങ് കഴിച്ചിട്ടേ പോവുള്ളൂ. ഞായറാഴ്ച തുറക്കണില്ല, ഒരു ദിവസം റെസ്റ്റ്. ബാക്കി എല്ലാ ദിവസവും ഉണ്ടാവും. രാവിലെ 12 മണി തുടങ്ങി രാത്രി 10-10:30 വരെയൊക്കെ ഉണ്ടാവും. പിന്നെ ഞങ്ങളുടെ ചീനവലയിൽ നിന്ന് തന്നെ വലിക്കണ ചെമ്മീൻ ഞങ്ങ റോസ്റ്റ് ആയിട്ട് കൊടുക്കും. പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന മീനൊക്കെ കറി വെച്ച് കൊടുക്കും. ചീനവലയിൽ നിന്ന് കിട്ടുന്ന മീനൊക്കെ കറി വെച്ച് കൊടുക്കും. പിന്നെ അത്രയും ഒരു ഐസ് പോലും ഇടാത്ത നല്ല ഫ്രഷ് മീൻ പിടിച്ചിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഉണ്ടാവും. ഇത്രയും കൂട്ടിയിട്ടുള്ള ഊണാണ് 60 രൂപയ്ക്ക് അല്ലേ ഏട്ടാ? സാമ്പാർ വേണമെന്നുള്ളവർക്ക് സാമ്പാർ കൊടുക്കും. ഇതേ അപ്പോൾ നമ്മൾ ഊണൊക്കെ കിട്ടി, നിറച്ച് കറികളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രമേശ് ചേട്ടനും അജിച്ചേച്ചി അവരുണ്ട്. ഞാൻ തുടക്കത്തിൽ പേര് പറയാൻ മറന്നുപോയി. അപ്പോൾ രണ്ടാളും കൂടിയാണ് എല്ലാ കാര്യങ്ങളും നോക്കണത്. ഇപ്പോൾ മീൻകറി കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. എന്തോരം കറികളാണെന്ന് നോക്കി, എല്ലാം കൂടി കൂട്ടിയിട്ട് വേണം കഴിക്കാൻ. എനിക്ക് ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ ഈ എറണാകുളം ജില്ലയിലൊരു സ്പെഷ്യൽ സാധനമാണ് ഈ അച്ചിങ്ങയും കായ പോലത്തെ. എന്നാളും നമ്മൾ ഊണ് കഴിക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അവിടെയൊന്നും അങ്ങനെ കാണാറില്ല. നമ്മൾ കൊല്ലത്തും തിരുവനന്തപുരത്തൊന്നും ചെയ്യുമ്പോഴേ ഇവിടുത്തെ ഒരു സ്പെഷ്യലായിട്ടാണ്. കുറേ നാൾ കൂടിയിട്ടാണ് ഇപ്പോൾ ഇത് കഴിക്കുന്നത്. ഞാൻ ആദ്യം എരിശ്ശേരി ഒഴിച്ചു കേട്ടോ ഇതിലേക്ക്. മീൻകറിയും അടിപൊളിയാണ്. കണ്ട അച്ചിങ്ങയും കായയും കൂടെ ഉലത്തിയത് നോക്കി. നമ്മൾ പിന്നെ ഉള്ളിയും മുളകും കൂടെ ഇടിച്ചിട്ടിട്ടാണ് ഉലത്തുക. ഇത് പക്ഷെ അങ്ങനെയല്ല, മുളക് പൊടി ഇട്ടിട്ട്. എന്നാലും സംഭവം ഒന്ന് തന്നെ. പിന്നെ ഉള്ളിക്കറി അങ്ങനെ, ഉള്ളിക്കറി മീൻസ് ഉള്ളി തീയലാണ്, തേങ്ങ വറുത്തരച്ച്. അത് എല്ലായിടത്തും അങ്ങനെ കിട്ടൂലല്ലോ, ഹോട്ടലിലൊന്നും. ഇവിടെ പക്ഷേ എല്ലാ ദിവസവും ഉണ്ട്. ഞാൻ സ്പെഷ്യലൊന്നും കഴിച്ചു നോക്കിയില്ല കേട്ടോ. കാരണം ഈ 60 രൂപേൻ്റെ ഊണ് തന്നെ ധാരാളമാണ്. അത്രയ്ക്ക് സ്വാദാണ് എല്ലാ കറികളും. ഒരു സ്പെഷ്യലും മേടിച്ചില്ലെങ്കിൽ പോലും ഞങ്ങളുടെ വീട്ടിൽ വെക്കും സ്ഥിരമായിട്ട്. ഈ
വറുത്തരച്ച ഉള്ളിക്കറി. തിരുവനന്തപുരത്ത് പോയിട്ടാണ് തീയൽ എന്നുള്ള വാക്ക് ഞാൻ പഠിച്ചത് കേട്ടോ. അവിടെയാണ് തീയൽ എന്ന് പറയുക, പക്ഷെ ഇവിടെ നമുക്ക് ഉള്ളിക്കറി അത്രയേ ഉള്ളൂ. നോക്കി ചെമ്മീൻ റോസ്റ്റ് കണ്ടോ, ഇതിവിടെ ചേട്ടൻ വലയിടണ സമയത്ത് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എടുക്കും കേട്ടോ. ചെമ്മീൻ, കക്ക ഇതൊന്നും അത്ര ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അവിടെ കുറച്ച് വെച്ചത്. എനിക്ക് അത്ര ഇഷ്ടമല്ല, ഞാൻ അങ്ങനെ കഴിച്ചിട്ടുണ്ട്, നമുക്ക് വീഡിയോക്ക് വേണ്ടി കഴിക്കുന്നല്ലാതെ വലിയ ഇഷ്ട കൂട്ടത്തിലല്ല. ഞണ്ട് ഇതൊന്നും എനിക്ക് അത്ര പറ്റൂല. അപ്പോൾ നമുക്ക് വേറെ ഇത് കാണിച്ചു തരാം. നോക്കി ഞാൻ ആദ്യം കാണിച്ചു തന്നില്ല, ഇങ്ങനെ അടുപ്പത്തിട്ട് ചേട്ടൻ നല്ലോണം വരട്ടി വരട്ടി എടുത്തിട്ട്, അപ്പോൾ നോക്ക് കാണാൻ തന്നെ എന്താ ഭംഗി കണ്ട. അതും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് അവസാനം ഇങ്ങ് വരട്ടിയെടുക്കും. അങ്ങനെ കരികരാന്നിരിക്കണം. ഏഴിക്കര കുടുംബശ്രീ CDSൻ്റെ ചെയർപേഴ്സണാണ് ഞാൻ. എൻ്റെ പേര് ഗിരിജ ശശിധരൻ. അതായത് സംരംഭം RKDP പദ്ധതി പ്രകാരം ആദ്യമായിട്ട് ഒരു 50,000 രൂപ സംരംഭം ചെയ്യുന്നതിന് വേണ്ടി ലോൺ എടുത്തതാണ്. പക്ഷേ ആ 50,000 രൂപ അടച്ചു കഴിഞ്ഞ്, പക്ഷെ ഇപ്പോൾ നല്ല രീതിയിൽ സാധാരണ ആരെങ്കിലും ലോൺ കൊടുത്താൽ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ നിർത്തി പോണൊരവസ്ഥയാണ്. പക്ഷേ ഇവർ അങ്ങനെയല്ല, നല്ല രീതിയിൽ ഇപ്പോൾ ഒരു 3-3.5 ലക്ഷം രൂപയും കൂടി ഇവർ ചിലവാക്കി നല്ല രീതിയിലാണ് ഇത് തുടങ്ങിയേക്കുന്നത്. പിന്നെ നല്ല ഫുഡാണ്, കാരണം എല്ലാവരും പറയണത് നല്ല, അതായത് മായമൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ തന്നെയാണ്. പിന്നെ ഇപ്പോൾ ചീനയിലുള്ള അവിടെ നിന്ന് ഫ്രഷ് മീനുകളെ പിടിച്ച് അപ്പം തന്നെ ആവശ്യക്കാർക്ക് അത് ഫ്രൈ ചെയ്തോ അല്ലെങ്കിൽ കറി വെച്ചോ കൊടുക്കുന്നുണ്ട്. അതുകൂടാണ്ട് അവർ കൂടുതൽ കിട്ടുന്ന മീനുകൾ ഉണക്കി ആവശ്യക്കാർക്ക് അതും കൊടുക്കുന്നുണ്ട്. എല്ലാവിധ സപ്പോർട്ടും ഏഴിക്കര, എൻ്റെ മാത്രമല്ല ഏഴിക്കര കുടുംബശ്രീ CDSൻ്റെ ആണെങ്കിലും ബാങ്കുകളുടെ ആണെങ്കിലും പഞ്ചായത്തിൻ്റെ ആണെങ്കിലും, പഞ്ചായത്താണെങ്കിലും എല്ലാത്തിനും സപ്പോർട്ടാണ്. നമ്മൾ ഈ കടയിലേക്ക് വരുന്നതേ നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു സ്ഥിരം പ്രേക്ഷകനായിട്ടുള്ള ഒരു സുനിൽ എന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ്. ആദ്യം യൂട്യൂബിൽ നമുക്ക് കമൻറ്റ് ഇട്ടു, അതായത് ഈ എറണാകുളം ഏഴിക്കര നോർത്ത് പറവൂർ പ്രദേശത്ത് കുറേ കടകളുണ്ട് ഇതുപോലെ നാടൻ ഭക്ഷണം എന്ന് പറഞ്ഞിട്ട്. പിന്നീട് ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എനിക്ക് പിന്നെ ഇവിടെ വന്ന് ഇതിൻ്റെ ലൊക്കേഷൻ, കോൺടാക്ട് നമ്പർ, ഈ കട മാത്രമല്ല കേട്ടോ, 4-5 കടകൾ ഇതുപോലെ അയച്ചു തന്നു. നമുക്കപ്പോൾ ഓരോന്നായിട്ട് ഇനി ചെയ്യണം. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് ലൊക്കേഷനും കോൺടാക്ട് നമ്പറും എല്ലാം അയച്ചു തന്നിട്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് നന്ദി, ഇത്രയും നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലം പറഞ്ഞു തന്നതിന്. അപ്പോൾ ഇനി കുറേ ഉണ്ട്, അപ്പോൾ ഞാൻ അതുകൊണ്ട് കഴിച്ച് തീർന്നിട്ടില്ല. അപ്പോൾ ഇവിടെ തിരക്ക് വരുന്ന ഒരു സമയമാവുകയാണ് കേട്ടോ. ഒരുപാട് പേര് അന്വേഷിച്ച് വരും, മീൻസ് ഒരു പ്രാവശ്യം കഴിച്ചവരാണെങ്കിൽ അവർ അന്വേഷിച്ച് വരും. അപ്പോൾ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടി പറഞ്ഞു തരാം. ഏഴിക്കര കൈതാരം ഇവിടെ ബൈപ്പാസ് ഒരു പാലമുണ്ട്. ആ പാലം ഇറങ്ങി വരുമ്പോൾ തന്നെ റോഡ് സൈഡിൽ തന്നെ കാണാൻ പറ്റും പുഴയോരം തട്ടുകട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ബോർഡ്. 12 മണി മുതൽ രാത്രി 10 മണി വരെ, 10:30 വരെയൊക്കെ ഇവിടെ വന്നാൽ നല്ല ഭക്ഷണം കിട്ടും. ഉച്ചയ്ക്കാണെങ്കിൽ ഈ 60 രൂപയുടെ ഊണ് ഒരു രക്ഷയില്ല കേട്ടോ, അമ്മാതിരി ടേസ്റ്റാണ്. ബീഫിൻ്റെ കാര്യം എടുത്ത് പറയണം, അതിനത്ര റോസ്റ്റ് ചെയ്തിട്ട് നല്ല വരട്ടി വരട്ടി ഇങ്ങനെ കിട്ടുന്ന ഒരു ബീഫാണ്. അതും അടിപൊളി. ഉള്ളിക്കറി ആയാലും അച്ചിങ്ങയും കായ ആയാലും എല്ലാതും സൂപ്പർ. എനിക്ക് ധൃതി പിടിച്ച് കഴിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ഇച്ചിരി ലേറ്റാണ്, ഇവിടുത്തെ ഒരു വലിയ തിരക്ക്, ഒരുപാട് സൗകര്യമൊന്നും ഇല്ലല്ലോ, 3-4 മേശയല്ലേ ഉള്ളൂ. നമ്മൾ സമയം മെനക്കെടുത്തുന്നത് ശരിയല്ല. അപ്പോൾ നമ്മളെ ക്യാമറ ടീമും നമുക്ക് എല്ലാവർക്കും കഴിക്കണ്ടേ, അതുകൊണ്ടാണ് ഇന്ന് കഴിച്ച് തീർക്കണതിന് മുമ്പ് ഔട്ട്ഡോർ പറയുന്നത് കേട്ടോ. അപ്പോൾ പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇനിയും വരാം. എറണാകുളത്തെ വിശേഷങ്ങൾ തീരുന്നില്ല, ഇനിയുണ്ട്.